എന്നോട് 2-3 മാസം അസോസിയേഷൻ വഴി സാവകാശം ചോദിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോൺ എടുക്കുന്നില്ല. അസോസിയേഷൻ ഭാരവാഹികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ അനുഗ്രഹമായിട്ട് കോവിഡ് ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി എനിക്കൊരു അനുഗ്രഹം കിട്ടിയത് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അവർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെറിയൊരു തുക, ഏകദേശം 1 ലക്ഷത്തോളം രൂപ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് വേണം. എൻ്റെ 1000 രൂപ പോലും തേച്ചെടുക്കാനുള്ള അവസ്ഥ, ഞാനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നോടുള്ളൊരു ഹ്യൂമൻ കൺസിഡറേഷനിൽ അവരെ പൈസ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലവുമായിട്ട് അത് സിവിൽ കേസാകുന്നു. അങ്ങനെ എനിക്ക് സ്ഥലം അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 2.5 വർഷം ഞാൻ വീട്ടിലിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മാതാവ് എനിക്കിവിടെ വരാൻ പോലും പറ്റുന്നില്ല. കോവിഡ് കാരണം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം കോവിഡ് ഒതുങ്ങിയപ്പോൾ ഞാൻ ഇതിലൂടെ മുന്നിൽ പോയപ്പോൾ പുറത്ത് നിന്നിട്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന പോലെ ഈ കൃപാസനം അടച്ചിട്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരിക. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് 2022 തോന്നുന്നു അവസാനം ജൂൺ മാസം ഞാനിവിടെ വരിക. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു. ബാക്കി പക്ഷേ ചെക്ക് കേസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് 10% നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം. വലിയൊരു തുകയാണ്. വലിയൊരു തുക എന്നെക്കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയ തുക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പ്രൊവിഷനുമില്ല. എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വരുവാണ്. രണ്ടാമത് വന്ന് ഞാൻ ആ വാതിൽക്കൽ നിന്ന് കേൾക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അച്ഛൻ പ്രസംഗിക്കുക, ജോസഫ് അച്ഛൻ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക. ഞാനിവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചെന്ന് 2ാമത്തെ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് വിളിക്കുകയാണ്, ഒരാൾക്ക് നിങ്ങളൊന്ന് കാണണം, നിങ്ങൾ ദയവേദി ഇങ്ങോട്ട് വരിക. ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് കോടതിയിൽ കെട്ടേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു തുക കെട്ടണം, 7 ലക്ഷം രൂപയോളം കെട്ടണം. അയാൾ പറയാം ഞാൻ തരാം. അത്ഭുതം എന്ന് പറയേണ്ടു. അയാൾ ആ പൈസ അവിടെ കെട്ടുന്നു. കോടതിയിൽ 2ാമത് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വളരെ സിവിൽ കേസിൻ്റെ കാര്യം അറിയാമല്ലോ, നീണ്ടു പോവാണ്. പക്ഷേ എന്നാലും എനിക്ക് അനുകൂല വിധിയിലേക്ക് 2ാമതും വരുവാണ്. ഞാനിവിടെ 3ാമത് വരുന്നു. കേസിൻ്റെ വിധി നാളെയാണ്. ഇന്ന് ഞാൻ വരുവാണ്. എനിക്ക് അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അച്ഛനെ ഒന്ന് കാണണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ കാണാൻ പറ്റിയില്ല. അതിന് തവണ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയും അച്ഛനെ ഒന്ന് കാണണം. ഞാൻ അവിടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ എല്ലാവർക്കും പറ്റില്ല. അത് നേരത്തെ സംസാരിക്കണം, ബുക്ക് ചെയ്യണം, തക്കതായ കാരണങ്ങളുണ്ട്, എന്തെങ്കിലും പേപ്പറുകളൊക്കെ വേണമെന്ന് പറയുന്നു. എൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ വളരെ നിരാശയോടുകൂടി നിൽക്കുമ്പം എൻ്റെ മൊബൈലൊരു എന്തോ ഒരു റെക്കോർഡ് ഉള്ള പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പം കോടതിയിൽ ഒരു പേപ്പറുണ്ട്. ഞാനിവിടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് അന്വേഷിച്ചു. ഒരിടത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ കൊണ്ട് ഓഫീസിൽ കാണിച്ച് അവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് അച്ഛനൊന്ന് കണ്ട് കാണിക്കുക.